കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെ ചെലവൂർ മുഴിക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് 20 വയസ്സുള്ള ഒരാൾ 16 വയസ്സുള്ള തൻ്റെ മാതൃ സഹോദരിയെ അതിദാരുണമായി കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ വായിച്ചു. ശ്വാസം മുട്ടിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നാണ് നമ്മൾ കേട്ടത്. കേട്ട റിപ്പോർട്ടുകളും അറിഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ വൈകുന്നേരം 7:30 അതിവിദഗ്ധമായി വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയ 20 വയസ്സുകാരൻ അർദ്ധരാത്രിയോടുകൂടെ തൻ്റെ കൂടെ കളിച്ചു വളർന്ന 16 വയസ്സുകാരിയെ മൃഗീയമായി കൊലപ്പെടുത്തിയതിന് ശേഷം പിന്നീട് പ്രഭാതമാവുമ്പോഴേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് തൻ്റെ പ്രിയപ്പെട്ട വല്യുമ്മയെ കൊല ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ വല്യുമ്മ എഴുന്നേറ്റു. അതുകൊണ്ട് തന്നെ വല്യുമ്മക്ക് ആയുസ് തിരിച്ചു കിട്ടി എന്ന് വേണം പറയാൻ. ഇതേപോലെ തന്നെയായിരുന്നു 2025 ഫെബ്രുവരി മാസത്തിൽ 24-ാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന പ്രദേശത്ത് സമാന രീതിയിലുള്ളൊരു സംഭവം നടക്കുകയുണ്ടായി. തൻ്റെ സ്വന്തം വീട്ടിലെ 5 ആളുകളെയാണ് മൃഗീയമായി കൊലപ്പെടുത്തിയത്. തൻ്റെ സ്വന്തം പെറ്റുമ്മ അടക്കമുള്ളവർ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നത് കേൾക്കുമ്പോൾ വല്ലാതെ സങ്കടം തോന്നും. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ പ്രിയപ്പെട്ട അനുജനെ മന്തി മേടിക്കുന്നതിന് വേണ്ടി പറഞ്ഞയക്കുകയും അത് കഴിക്കാൻ വേണ്ടി കൈ കഴുകി തീന്മേശയിലിരിക്കുന്ന അനുജൻ്റെ തലയിലേക്ക് 20ഓളം പ്രാവശ്യം ചുറ്റിക കൊണ്ട് അടിച്ചുകൊണ്ട് കൊല ചെയ്യപ്പെട്ടുവെങ്കിൽ എത്ര ദാരുണമായ സംഭവങ്ങളാണ് നമുക്ക് ചുറ്റിലും നടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഞാൻ എൻ്റെ മനസ്സിലേക്ക് വന്ന 1-2 സംഭവങ്ങൾ അയവിറക്കിയെന്ന് മാത്രം പറയാനാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട്. ഈ ഒരു സമയത്ത് എൻ്റെയും നിങ്ങളുടെയും ചിന്തയിലേക്ക് വരേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നന്മയുടെ സുഗന്ധം പരത്തേണ്ട നമ്മുടെ മക്കൾ എങ്ങനെയാണ് ഇങ്ങനെ ക്രിമിനലുകളായി മാറുന്നത്? ഏത് രൂപത്തിലാണ് നമ്മുടെ മക്കൾക്ക് എവിടെയാണ് പിഴച്ചത് എന്ന ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടതുണ്ട്. പല കാര്യങ്ങളും നമ്മൾ അവിടെ നടക്കുമ്പോൾ അത് ആ ജില്ലയിലല്ലേ, തിരുവനന്തപുരത്തല്ലേ, കോഴിക്കോടല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അത് നടക്കുന്നത് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലാണ്. ഈ രൂപത്തിലേക്ക് വളർന്നു വരുന്ന കൗമാരങ്ങളിൽ ക്രിമിനലുകളായി വരുന്ന പ്രക്രിയകൾ രൂപപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായും പരിഹാരം എവിടെയാണ് നമുക്ക് പിഴച്ചത് എന്ന് നമ്മൾ നിർബന്ധമായും ചിന്തിക്കേണ്ടതുണ്ട്. അതിനുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ സമയത്ത് പരിശുദ്ധ ഖുർആനിലെ 15-ാമത്തെ അധ്യായം സൂറത്തുൽ ഹിജ്റിന്റെ 39-ാമത്തെ വചനമാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. ഖാല റബ്ബി ബിമാ അഗ്വൈതനി. ശൈത്താൻ പറയുന്ന വാചകമാണ്, അല്ലാഹുവേ, നീ എന്നെ വഴിപിഴപ്പിച്ചിട്ടുണ്ട്, നീ എന്നെ ശപിച്ചിട്ടുണ്ട്, നീ എന്നെ ഈ ലോകത്ത് നിന്ന് പിന്നോട്ടാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലഉസയ്യിനന്ന ലഹും ഫിൽ അർള്, ഈ ഭൂമി ലോകത്തുള്ള എല്ലാ തിന്മകളെയും മനോഹാരിത നിറഞ്ഞതാക്കിക്കൊണ്ട് ഞാൻ നിന്റെ അടിമകൾക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. ഈ ലോകത്തുള്ള എല്ലാ തിന്മകളിലും ഞാൻ അവർക്ക് ആനന്ദം കണ്ടെത്തി കൊടുക്കും. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ വെറുപ്പിൻ്റെ ഉള്ളിലും നിന്റെ അടിമകളുടെ ഹൃദയത്തിൽ അതിനോട് താല്പര്യത്തെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ശൈത്വാൻ പ്രഖ്യാപിക്കുന്നു. കഴിഞ്ഞോ? ഇല്ല. വലഉഗ്വിയന്നഹും അജ്മഈൻ, നിന്റെ എല്ലാ അടിമകളെയും ഞാൻ വഴികേടിലാക്കുക തന്നെ ചെയ്യും, ഞാൻ അവരെ പിഴപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ശൈത്വാനിൻ്റെ കൽപ്പനയാണ് മനസ്സിലേക്ക് വരുന്നത്. നമുക്കറിയാം നമ്മുടെ ചുറ്റിലും നടക്കുന്ന പല കാര്യങ്ങളും തിന്മയാണ്, നമ്മുടെ ചുറ്റിലും നടക്കുന്ന പല കാര്യങ്ങളും മോശപ്പെട്ടതാണ് എന്ന് അറിയാത്തവരല്ല ഈ തെറ്റുകുറ്റങ്ങളിലേക്കൊന്നും എത്തുന്നവർ. പക്ഷെ ഇതിലെല്ലാം ആനന്ദം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു, ഇതിലെല്ലാം എന്തൊക്കെയോ മനോഹാരിതകളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. കൊറോണയ്ക്ക് ശേഷമാണ് നമ്മുടെ കൗമാരങ്ങളിൽ വലിയ രൂപത്തിലുള്ള വിപത്തുകൾ വരാൻ തുടങ്ങിയത്. ഗ്യാങ്ങുകളായി രൂപപ്പെടുന്നു, 10ഉം 15ഉം പേരുള്ള സംഘങ്ങളായി രൂപപ്പെടുന്നു. ആ സംഘങ്ങൾക്കൊക്കെ ഒരു ലീഡർഷിപ്പ് വരുന്നു. ആ ലീഡർ ഞാൻ ലീഡറാണ് എന്ന് പറഞ്ഞില്ലെങ്കിലും അവനാണ് ലീഡർ. എന്നിട്ട് അതിൻ്റെ പേരിൽ ഗ്യാങ്ങായിട്ട് ആക്രമിക്കുകയാണ്, ഗ്യാങ്ങായിട്ട് മറ്റുള്ളവരെ ആക്രമിക്കുകയാണ്. കഴിഞ്ഞ 2025 ഫെബ്രുവരിയിൽ തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത് മുഹമ്മദ് ഷഹബാസ് എന്ന് പറയുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ട്യൂഷൻ ക്ലാസ്സിൽ നടന്ന ചെറിയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ, റാഗിങ്ങിൻ്റെ പേരിൽ 5ഓളം വരുന്ന ആളുകൾ തല്ലിക്കൊന്നു. മാർച്ച് 1-നാണ് ആ കുട്ടി ആശുപത്രി കിടക്കയിൽ കടന്നുകൊണ്ട് മരണപ്പെട്ടത്. അല്ലാഹു തആല നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ രൂപത്തിലേക്ക് നമ്മുടെ കൗമാരങ്ങളിൽ എങ്ങനെയാണ് ഈ രൂപത്തിലുള്ള ക്രിമിനലിസം വരുന്നത്?
ഈ രൂപത്തിൽ എങ്ങനെയാണ് നമ്മുടെ മക്കൾ ഈ രൂപത്തിലേക്കുള്ള ചീത്ത സ്വഭാവങ്ങളിലേക്ക് വരുന്നത് എന്ന് നമുക്ക് ആലോചിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഇതിനുള്ള കാരണം എന്താണ്? എവിടെയാണ് നമുക്ക് പിഴച്ചത്? നമ്മുടെ മക്കൾ നമ്മുടെ പ്രതീക്ഷകളാണ്. ഓരോ കുഞ്ഞും നമ്മുടെ കൈവെള്ളയിലേക്ക് വരുന്ന സമയത്ത് എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ വളർത്തുന്നത്, നമ്മൾ വെയിൽ കൊള്ളുന്നത്, നമ്മൾ തണലുകളില്ലാതെ പോരാടുന്നത്, അന്യൻ്റെ മുന്നിൽ കൈനീട്ടിക്കൊണ്ടും മുതലാളിയുടെ ആട്ടും തുപ്പും സഹിച്ചുകൊണ്ടും പ്രവാസ ലോകത്തും അല്ലാതെയും കിട്ടുന്ന ചെറിയ സംഖ്യകൾ ഒരുമിച്ച് കൂട്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ വീടകങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, ഇനിയെങ്കിലും നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ, എവിടെയാണ് പിഴച്ചത് എന്ന ചോദ്യത്തിന് ഇനിയെങ്കിലും നമ്മൾ ഉത്തരം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ പിഴയ്ക്കുന്നത് നമുക്ക് മാത്രമായിരിക്കില്ല, നമ്മുടെ സമൂഹത്തെ കൂടി അത് ബാധിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഏതുമില്ല. ഒരു കുട്ടിയുടെ ആദ്യത്തെ ട്യൂഷൻ, ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് തൻ്റെ വീടാണ്. നമ്മുടെ മക്കളൊക്കെ നമ്മുടെ വീടിൽ നിന്നാണ് വളരേണ്ടത്, നമ്മുടെ വീടിൽ നിന്നാണ് എല്ലാ സ്വഭാവങ്ങളും പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സ്നേഹമുള്ള വീട്ടിൽ നിന്നേ സ്നേഹമുള്ള മക്കളുണ്ടാവുകയുള്ളൂ. നമ്മുടെ വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ, നമ്മുടെ വീട്ടിൽ നിന്ന് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ, എവിടെയാണോ സമാധാനമുള്ളത്, എവിടെയാണോ അവർക്ക് തലോടലുകൾ കിട്ടുന്നത്, എവിടെയാണോ അവർക്ക് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞ് ചാഞ്ഞ് കിടക്കാൻ ഇടം കിട്ടുന്നതെങ്കിൽ അവിടെ നമ്മുടെ മക്കൾ ചാഞ്ഞ് കിടക്കും. അവിടെ നമ്മുടെ മക്കൾ സമാധാനം തേടും. അത് ലഹരിയിലാകാം, അത് ക്രിമിനൽ ആക്ടിവിറ്റീസുകളിലാകാം, വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളിലാകാം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പരിഹാരം കാണേണ്ടത് സ്വന്തം വീട്ടിൽ നിന്നാണ്. നമ്മുടെ വീടുകളിൽ ആത്മീയ അന്തരീക്ഷം വരണം. ബാപ്പയുടെയും ഉമ്മയുടെയും സ്നേഹം കണ്ടുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ ആനന്ദിക്കണം. എൻ്റെ ഉപ്പയുടെ സ്നേഹം ഇങ്ങനെയാണ്, എൻ്റെ ഉമ്മയുടെ സ്നേഹം ഇങ്ങനെയാണ്. എന്നിട്ട് മക്കളുടെ മനസ്സിലേക്ക് വരണം, മോനെ, നിന്റെ ഉപ്പ നിന്നെ പ്രണയിക്കുന്നത് പോലെ, നിന്റെ ഉമ്മ നിന്നെ താലോലിക്കുന്നത് പോലെ ഒരാൾക്കും നിന്നെ പ്രണയിക്കാനോ ഒരാൾക്കും നിന്നെ താലോലിക്കാനോ കഴിയില്ല എന്ന് നമ്മുടെ മക്കൾ തിരിച്ചറിയണം. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, മഹാനവറുകളുടെ പ്രിയപ്പെട്ട ഭാര്യ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. ആ സമയത്ത് മഹാനവറുകൾ ഇങ്ങനെ ദുആ ചെയ്ത് നടക്കുന്നു, ഇർഹമില്ലാഹു ഉമ്മ അബ്ദില്ലാ, അബ്ദുള്ളയുടെ ഉമ്മക്ക് അല്ലാഹു തആല റഹ്മത്ത് ചൊരിയട്ടെ. അബ്ദുള്ള എന്നത് അദ്ദേഹത്തിന്റെ മൂത്ത മകന്റെ പേരാണ്. അറബികൾക്കിടയിലുള്ള പ്രയോഗമാണത്, ഉമ്മു അബ്ദില്ല എന്ന് പറയും. അബ്ദുള്ളയുടെ ഉമ്മക്ക് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് നടക്കുന്നു. അന്നേരം ശിഷ്യഗണങ്ങൾ, അനുചരർ, കൂടെയുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്താണ് അങ്ങയുടെ ഭാര്യ മരണപ്പെട്ടിട്ട് അങ്ങ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മറുപടി, 30 വർഷക്കാലത്തോളമായി ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ട് ഇന്നേ വരെ എനിക്ക് അവളെക്കുറിച്ചൊരു പരാതിയില്ല, അവൾക്ക് എന്നെക്കുറിച്ചൊരു പരാതിയില്ല. ഈ വർഷത്തിനിടക്ക് ഒരിക്കൽ പോലും എനിക്കിഷ്ടപ്പെടാത്ത വാക്കോ പ്രവൃത്തിയോ അവളിൽ നിന്നുണ്ടായിട്ടില്ല, അവൾക്കിഷ്ടപ്പെടാത്ത വാക്കോ പ്രവൃത്തിയോ എന്നിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്ന് മഹാനവറുകൾ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് യഥാർത്ഥമായ ദാമ്പത്യ ജീവിതം നമ്മുടെ മക്കളുടെ മുന്നിലേക്ക് വരച്ച് കാണിച്ചു കൊടുക്കേണ്ടത് എന്ന ഒരു ആശയം കൂടി നമ്മൾ അതിൽ നിന്ന് വായിക്കേണ്ടതുണ്ട്. എൻ്റെ ഖദീജയോളം പ്രിയപ്പെട്ടതായിട്ട് എനിക്ക് മറ്റാരുമില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചത് വർണ്ണനകൾക്ക് വേണ്ടിയിട്ടല്ല. ഖദീജ എന്ന് പറയുന്ന സ്ത്രീ ഹബീബിൻ്റെ ഹൃദയത്തിൽ അത്രമാത്രം നനവ് പടർത്തിയത് കൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രയോഗം നടത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ എങ്ങനെയാണ് വളരേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ സ്നേഹം കണ്ടുകൊണ്ട്, നമ്മുടെ ഇഷ്ടം കണ്ടുകൊണ്ട്, കുടുംബത്തിലുള്ള ബാപ്പയുടെയും ഉമ്മയുടെയും മറ്റു മക്കളുടെയും ഇടയിലുള്ള സ്നേഹം കണ്ടുകൊണ്ട്, എൻ്റെ ഏറ്റവും വലിയ സ്വർഗം എന്ന് പറയുന്നത് എൻ്റെ ഭവനമാണ്, ഇവിടെ എനിക്ക് ഇറക്കി വെച്ചാൽ എൻ്റെ തലയിൽ നിന്ന് പോകാത്ത ഒരു ഭാരവുമില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ വീടകങ്ങൾ നമ്മൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ കേട്ട വാർത്തകൾ, കോഴിക്കോടും തിരുവനന്തപുരത്തും ഒക്കെ കേട്ട വാർത്തകൾ ഒരുപക്ഷെ നാളത്തെ സുപ്രഭാതത്തിൽ നമ്മുടെ വീടകങ്ങളിലും കേൾക്കാം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ഓരോ മാറ്റങ്ങളെ നമ്മൾ ചിന്തിക്കണം. സൈക്കാട്രിസ്റ്റുകൾ പറയുന്നത് എന്താണ്? നമ്മുടെ മക്കൾക്ക് കുസൃതികൾ ഉണ്ടാകും, വികൃതികൾ ഉണ്ടാകും. 4 വയസ്സിന് ശേഷവും നമ്മുടെ കുട്ടി ഒരാളെ വേദനിപ്പിക്കുന്നു, ആ വേദനിപ്പിക്കുന്നതിൽ നമ്മുടെ കുട്ടി സന്തോഷം കണ്ടെത്തുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ നല്ലൊരു ഡോക്ടറെ കാണിക്കണം എന്നാണ്. കാരണം 4 വയസ്സ് കഴിയുന്നതോടുകൂടി അവരിൽ നിന്ന് ആ സ്വഭാവം മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻക്ക് എന്തോ ഒരു തകരാറുണ്ട്, നമ്മൾ ചികിത്സിക്കണം. 14 വയസ്സാവാനും 15 വയസ്സാവാനും കാത്തു നിൽക്കേണ്ടതില്ല. 4 വയസ്സാകുമ്പോഴേക്ക് തന്നെ ആ ചികിത്സയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടെത്തിക്കണം. എല്ലാ കുസൃതികളും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഡോക്ടർ ശിവദാസന്റെ പഠിക്കാം എന്നൊരു പുസ്തകമുണ്ട്.
500ഓളം വരുന്ന ശാസ്ത്രജ്ഞന്മാരുടെ ചെറുപ്പകാലത്തെ കുസൃതികൾ അതിൽ എണ്ണുന്നുണ്ട്. വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങൾ ആ പുസ്തകത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിൽപ്പെട്ടതൊന്നാണ് നമ്മുടെ തോമസ് ആൽവ എഡിസൺ. അദ്ദേഹം ചെയ്ത കുസൃതികളൊക്കെ അതിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു കുസൃതിയിൽ നിന്നാണ് നീരാവി യന്ത്രത്തെ കണ്ടുപിടിക്കുന്നത്. ആ നീരാവി യന്ത്രത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളുടെയും അസ്ല് എന്ന് പറയുന്നത് ആ നീരാവി യന്ത്രമാണ്. ആദ്യമായി ട്രെയിനുകളിൽ ഉപയോഗിക്കുന്നു, കപ്പലുകളിൽ ഉപയോഗിക്കുന്നു, പിന്നീട് അത് നിരത്തുകളിൽ ഉപയോഗിക്കുന്നു എന്നിവയ്ക്ക് ഞാൻ പറയുന്നത് എല്ലാ കുസൃതികളും അങ്ങനെയല്ല. പക്ഷേ ഏതാണ് നല്ല കുസൃതി, ഏതാണ് ചീത്ത കുസൃതി എന്നും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ ചികിത്സിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ എല്ലാ മക്കളെയും അതിക്ഷേപിക്കുന്നില്ല. ഇപ്പോഴും നല്ല നല്ല മക്കളുണ്ട്. നമ്മുടെ ഈ പള്ളിയിൽ തന്നെ സുബഹിന് ജമാഅത്തിന് വരുന്ന കുട്ടികളുണ്ട്. ആത്മീയ മജ്ലിസുകളിൽ നിറഞ്ഞു നിൽക്കുന്ന മക്കളുണ്ട്. എല്ലാ ദിവസവും ആയിരക്കണക്കിന് സ്വലാത്ത് ചെല്ലുന്നവർ, തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, പരിശുദ്ധ ഖുർആൻ ഓതുന്നവർ, ഇൽമിന്റെ വഴിയിലേക്ക് നടന്നു വരുന്ന ഒരുപാട് മക്കളുണ്ട്. ഞാൻ അവരെയൊന്നും വിസ്മരിക്കുന്നില്ല. സാന്ത്വന പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവർക്ക് ചേർത്ത് നിർത്തലുകളായിട്ടൊക്കെ ഒരുപാട് ജനറേഷൻ ഉണ്ട്. ഞാൻ അവരെയൊന്നും മറക്കുന്നില്ല. എങ്കിലും ജെൻസി ജനറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന പുതിയ തലമുറയിൽ വല്ലാതെ ക്രിമിനൽ സ്വഭാവം കടന്നു വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ സംസ്കരിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കേണ്ടത് ബാപ്പയും ഉമ്മയുമാണ്, ഉപ്പയും ഉമ്മയുമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് മനസ്സിലാക്കുക. പ്രശസ്ത ഓങ്കോളജിസ്റ്റായ പി ഗംഗാധരൻ സാറിൻ്റെ ജീവിതം ഒരു അത്ഭുതം എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ ചെറിയൊരു കഥ പറയുന്നുണ്ട്, ഒരു സംഭവം പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നടന്ന സംഭവം. ഡോക്ടേഴ്സ് ആയിട്ടുള്ള 2 ദമ്പതികളുടെ പ്രിയപ്പെട്ട മകൻ, രണ്ടാളുകളും ഒരു ക്ലിനിക്ക് നടത്തിക്കൊണ്ട് സമ്പാദിക്കാനുള്ള ഓട്ടത്തിലാണ്. രാവിലെ പോകുന്നു, വൈകിട്ട് ലേറ്റായി വരുന്നു. പണം സമ്പാദിക്കാനുള്ള ഓട്ടത്തിൽ പ്രിയപ്പെട്ട കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, കുഞ്ഞിനെ നോക്കുന്നതിന് വേണ്ടി വീട്ടിൽ ഒരു ആയയെ വെക്കുകയാണ്. ആ ആയ കുഞ്ഞിനനുസരിച്ച് ജീവിച്ചു. കാരണം കുഞ്ഞ് പരാതി പറഞ്ഞാൽ ജോലി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കുഞ്ഞിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു. നിരന്തരമായി കുഞ്ഞ് ജങ്ക് ഫുഡുകൾ കഴിക്കാൻ തുടങ്ങി, ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കാൻ തുടങ്ങി. അനന്തരം ആ കുഞ്ഞ് ക്യാൻസർ രോഗിയായി. ക്യാൻസർ രോഗിയായിട്ട് ആ കുഞ്ഞിനെ ചികിത്സിക്കാൻ വേണ്ടി ഈ ഗംഗാധരൻ സാറിൻ്റെ ആശുപത്രിയിലേക്ക് എത്തിയ സമയത്ത് നിരന്തരമായി ആ കുഞ്ഞിൻ്റെ റൂമിൽ, ആശുപത്രി കിടക്കുന്ന റൂമിൽ നിന്നുകൊണ്ട് മദ്യത്തിൻ്റെ പാക്കറ്റുകൾ, ചെറിയ ബോട്ടിലുകൾ ലഭിക്കുകയാണ്. ഇവരന്വേഷിച്ചു, എങ്ങനെയാണ് ഈ കുഞ്ഞിന് ആശുപത്രി കിടക്കയിലേക്ക് മദ്യം എത്തുന്നത്, എങ്ങനെയാണ് ഈ കുഞ്ഞിൻ്റെ ആശുപത്രി കിടക്കയിലേക്ക് ആൽക്കഹോളിക് എത്തുന്നത് എന്നന്വേഷിച്ചപ്പോഴാണ് അവസാനം ഈ പ്രിയപ്പെട്ട പൊന്നുമോൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ഡോക്ടറിൻ്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകൻക്ക് ആൽക്കഹോളിക് എത്തിച്ചു കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. കാരണം എൻ്റെ കുട്ടിക്ക് മദ്യം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ചികിത്സയോട് അവൻ സഹകരിക്കില്ല. അവന് മദ്യം കിട്ടിയില്ലെങ്കിൽ അവൻ്റെ കൈകാലുകൾ വിറക്കും. നിങ്ങൾക്ക് അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിവർത്തിയില്ലാതെ ഞാൻ തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ കള്ളെത്തിച്ചു കൊടുക്കുന്നത് എന്ന് ഒരു പെറ്റ വയറ് പറഞ്ഞുകൊണ്ട് കരഞ്ഞെങ്കിൽ എത്രയാണ് ആ കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ജങ്ക് ഫുഡ് കഴിച്ചുകൊണ്ട് മകൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് കുടുംബം മാറി. മക്കൾക്ക് ലഹരി കൊടുത്തു. അവനക്ക് ലഹരി ഉപയോഗങ്ങൾ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ രക്ഷിതാക്കൾ നിർബന്ധിതരായിപ്പോയി. ഈ അവസ്ഥ നമ്മുടെ വീട്ടിലുണ്ട്. നമ്മുടെ കുട്ടികളെ നമുക്ക് കൺട്രോൾ ചെയ്താൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചിന്ത മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇതെല്ലാം നമ്മുടെ വീടിൻ്റെ തിണ്ണയിലേക്കും കടന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മുടെ അശ്രദ്ധ കാരണം, നമ്മുടെ വ്യക്തതയില്ലാത്ത പാരന്റിങ് രീതിയുടെ കാരണം കൊണ്ടൊരിക്കലും നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോവാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായി കൊണ്ട് നമ്മൾ എങ്ങനെയാണ് പാരന്റിങ് നടത്തേണ്ടത് എന്ന് പഠിക്കുക, എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എന്ന് നമ്മൾ പഠിക്കുക. നമ്മളൊക്കെ ചിന്തിക്കുന്നൊരു ചിന്ത, ഞാൻ കഷ്ടപ്പെട്ടതുപോലെ എൻ്റെ മകൻ കഷ്ടപ്പെടാൻ പാടില്ല, ഞാൻ കൊണ്ടുപോയി എൻ്റെ മകൻ കൊള്ളാൻ പാടില്ല, എനിക്കൊരു നോട്ട് പുസ്തകം കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്, എനിക്ക് വസ്ത്രം കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ തേങ്ങിയിട്ടുണ്ട്, എൻ്റെ മകൻ തേങ്ങാൻ പാടില്ല, എൻ്റെ മകൻ കരയാൻ പാടില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സമൂഹത്തോട് ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ മക്കൾ കുറേയൊക്കെ കരഞ്ഞുകൊണ്ട് പഠിക്കണം. ഇന്നത്തെ കാലത്ത് അല്പം തന്തവിഭക്തി ആകാം. നമ്മുടെ മക്കൾ കുറച്ചൊക്കെ കരയാൻ പഠിക്കണം. കുറച്ചൊക്കെ നമ്മുടെ മക്കൾക്ക് എങ്ങനെയാണ് ഈ സാധനങ്ങൾ കിട്ടുന്നത് എന്നതിൻ്റെ ഗൗരവവും അതിൻ്റെ കഷ്ടപ്പാടും മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കരയുന്നതിൻ്റെ മുമ്പേ, എല്ലാം മേടിച്ചു കൊടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ മക്കളെ ഈ രൂപത്തിലേക്കാണോ വളർത്തേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ. മറ്റൊരു കാരണമാണ് അമിതമാകുന്ന സ്ക്രീൻ ഉപയോഗങ്ങൾ.
രാത്രി 2 മണിക്കും 3 മണിക്കും നമ്മുടെ വീട്ടിലുള്ള മക്കളുടെ സ്ക്രീനിൻ്റെ ലൈറ്റ് അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ മക്കളിരുന്ന് ഖുർആൻ ഓതുകയൊന്നുമല്ല, നമ്മൾ നന്നായി ഉറങ്ങുകയാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ നന്നായി ഉറങ്ങുകയാണ്. നമ്മുടെ മക്കൾ ലോകത്തില്ലാത്ത സൈറ്റുകളിലേക്ക് കയറി ചെല്ലുന്നു. മൊബൈൽ അഡിക്ഷൻ കാരണം, ഗെയിം അഡിക്ഷൻ കാരണം പലതും കണ്ടുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്തങ്ങളായ ഗെയിമുകളാണ്. ഒരുത്തൻ്റെ തലയോട്ടി നോക്കിക്കൊണ്ട് ഷാർപ്പ് ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആനന്ദത്തിൽ ജീവിക്കുന്ന കൗമാരങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ഫുട്ബോൾ കളിയെക്കുറിച്ചോ ക്രിക്കറ്റ് കളിയെക്കുറിച്ചല്ല പറയുന്നത്. ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് മൊബൈലിൻ്റെ സ്ക്രീനിലൂടെ ദൂരെ കാണുന്ന ഒരുത്തൻ്റെ തലയോട്ടി നോക്കി സ്നൈപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഷാർപ്പായി ഷൂട്ട് ചെയ്യുന്നതിലൂടെ ആനന്ദം കണ്ടെത്തുന്ന മക്കൾ. ഏതൊക്കെയോ സിനിമകളിൽ ചുറ്റിക കൊണ്ട് തലയോട്ട് പൊളിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ആനന്ദം കണ്ടെത്തുന്ന മക്കൾ. ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ചോര ഭയമില്ലാതെയായി മാറി. അങ്ങനെ സിനിമകളിൽ അവർ കാണുകയാണ്, റീൽസിൽ അവർ കാണുകയാണ്. ഇഷ്ടപ്പെട്ടതെന്തോ കിട്ടാതായപ്പോഴേക്ക് അത് കിട്ടുന്നതിന് വേണ്ടി പോരാടുന്ന രീതികൾ കാണുന്നു. അനന്തരമായി നമ്മുടെ മക്കൾ അനുകരിക്കുന്നു. വർത്തമാന കാലഘട്ടത്തിൽ എത്രയോ ദാമ്പത്യ ജീവിതങ്ങൾ തകരാനുള്ള കാരണം എന്താണ്? റീൽസിൽ കാണുന്ന ജീവിതമാണ് ദാമ്പത്യം എന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ ഭാര്യ ഇതുപോലെയല്ല, എൻ്റെ ഭർത്താവ് ഇതുപോലെയല്ല എന്ന് മനസ്സിലാക്കി എത്ര ഡിവോഴ്സ് കേസുകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇതുപോലെ നമ്മുടെ മക്കളും അനുകരിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മൊബൈൽ സ്ക്രീനിലൂടെ തെളിയുന്ന വിസ്മയങ്ങളിലല്ല നമ്മുടെ മക്കൾ ജീവിക്കേണ്ടത്, നമ്മുടെ ചുറ്റിലുള്ള അനുഭവങ്ങളിലൂടെ ആയിരിക്കണം. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഈ സ്ക്രീനിൽ നിന്നെല്ലാം ചോര കണ്ട് മറക്കുകയാണ്. അതിനോടുള്ള അറപ്പ്, അതിനോടുള്ള പേടി, ഇതെല്ലാം മാറിക്കൊണ്ട് ഒരുതരം ക്രിമിനൽ സ്വഭാവം നമ്മുടെ മക്കളുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കൾ എന്ത് കാണണം, അവരെന്ത് കളിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം. പുതിയ കാലത്ത് യൂട്യൂബിലൊക്കെ വ്യത്യസ്തങ്ങളായ സൗകര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് വേണ്ടി യൂട്യൂബിൻ്റെ കിഡ്സ് വേർഷൻ വരെയുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മക്കളെ നിയന്ത്രിക്കാൻ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. കൂട്ടത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. അമിതമായി കൊണ്ടുവരുന്ന കസിൻസ് ബന്ധങ്ങളും ബെസ്റ്റിയും ഇതെല്ലാം നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങൾ ഏതൊക്കെ രൂപത്തിലാണ് മലീനസമാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അമിതമായി കൊണ്ടിരിക്കുന്ന കസിൻസ് ബന്ധങ്ങളാണ്, ഫാമിലി ട്രെൻഡുകളാണ്. ബെസ്റ്റിയും പൂക്കിയുമെല്ലാം ഇന്ന് അരങ്ങ് തകർക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ നമ്മുടേതല്ലായി മാറാൻ അതിവിദൂരമായ സമയമൊന്നും വേണ്ട എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഇസ്ലാം, നിങ്ങൾ ഫത്ഹുൽ മുഈൻ എടുത്ത് പരിശോധിച്ചു നോക്കൂ. അവിടെ നിക്കാഹിന്റെ ബാബ് എടുത്ത് പരിശോധിച്ചാൽ കാണാം, 10 വയസ്സായി കഴിഞ്ഞാൽ ആൺകുട്ടിയുടെ മുറിയിൽ നിന്ന് പെൺകുട്ടിയെ മാറ്റിക്കിടത്തണം. സഹോദരന്മാരെ കുറിച്ചാണ് പറയുന്നത്. 10 വയസ്സ് പെൺകുട്ടിക്കായാൽ ഉപ്പയുടെ മുറിയിൽ നിന്ന് ആ പെൺകുട്ടിയെ മാറ്റിക്കിടത്തണം. 10 വയസ്സ് ആൺകുട്ടിക്കായാൽ ഉമ്മയുടെ മുറിയിൽ നിന്ന് ആ കുട്ടിയെ മാറ്റിക്കിടത്തണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ താല്പര്യം എന്താണ്? ഒരിക്കലും അന്യമാക്കുക എന്നല്ല, നിയന്ത്രണങ്ങൾ വരണം. എല്ലായ്പ്പോഴും ക്ലോസ് റിലേഷൻ എന്നതിൻ്റെ അപ്പുറത്തേക്ക് നിയന്ത്രണങ്ങൾ വരണം. ആ നിയന്ത്രണങ്ങളിലൂടെ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. ഇന്നെല്ലാം ഹലാലായി പോയി, എല്ലാവരും കസിൻസുകളായി, ഒരുമിച്ചുള്ള കിടത്തങ്ങൾ, ഒരുമിച്ചുള്ള യാത്രകളെല്ലാമായി. പറയുന്ന സമയത്ത് തന്ത വൈബായി പോയി. അതാണ് ഞാൻ പറഞ്ഞത്, പുതിയ കാലത്ത് അല്പം തന്ത വൈബൊക്കെ നല്ലതാണ്. നിയന്ത്രണങ്ങൾ കൊണ്ടുവരൽ നിർബന്ധമാണ്. നമ്മുടെ മക്കൾക്ക് മഹ്റം ആരാണ് എന്ന് നമുക്കറിയാം. ആ മഹ്റമുകൾ തമ്മിലാണ് യാത്ര ചെയ്യേണ്ടത്, ആ മഹ്റമുകൾ തമ്മിലാണ് സംസാരിക്കേണ്ടത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതെൻ്റെ ബെസ്റ്റിയാണ്, ഇതെൻ്റെ പൂക്കിയാണ്, ഇതെൻ്റെ സിബ്ലിങ്സ് ആണ്, ഇതെൻ്റെ കസിനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടുള്ള ബന്ധങ്ങൾ മുഴുവനും നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിർത്തലാക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നല്ലോ, അബൂദാവൂദ് 4833 ഹദീസിൽ പറയുന്നു, അർറജുലു അലാ ദീനി ഖലീലിഹി, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരുത്തൻ്റെ കൂട്ടുകാരൻ്റെ ദീൻ ഏതാണോ ആ വഴിയിലാണ് അവൻ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ മക്കൾ ആരോട് കൂട്ടുകൂടുന്നു, നമ്മുടെ മക്കൾ ആരുടെ സ്വഭാവങ്ങളാണ് അനുകരിക്കുന്നത് എന്ന് നിർബന്ധമായും ചിന്തിക്കണം. ആരൊക്കെയാണ് നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടുകൾ എന്ന് ചിന്തിക്കണം. എൻ്റെ ശബ്ദം കേൾക്കുന്നവരിൽ ഒരുപാട് യുവാക്കളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടുകൂടെ ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, നമ്മുടെ കൂട്ടുകെട്ടുകളെ നിർബന്ധമായും പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, പക്ഷെ പലപ്പോഴും നമ്മൾ വീണുടഞ്ഞു പോകും. നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ എത്ര സ്നേഹത്തോടു കൂടെയാണ് നമ്മളെ വളർത്തിയത്. തിരുവനന്തപുരത്തുകാരനെയും ആ സ്നേഹത്തോടു കൂടെയാണ് വളർത്തിയത്. ആ സ്വന്തം ഉമ്മയുടെ തലയിലേക്ക് ചുറ്റിക അടിച്ചിറക്കി എങ്കിൽ നമ്മുടെ കൂട്ടുകെട്ട് ശരിയല്ലെങ്കിൽ നമ്മുടെ ചിന്തയും ആ രൂപത്തിലേക്ക് മാറിപ്പോകും. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഖിയാമത്ത് നാളിൽ വിരൽ കടിക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നു. അന്നേരം അവർ പറയുകയാണ്,
യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല, എൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വഴി ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ. നിന്റെ കൂട്ടുകാരനെ ശ്രദ്ധിക്കണം എന്ന വഴി റസൂൽ പറഞ്ഞതാണ്. ആ പറഞ്ഞ വഴി ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ വൈലത ലൈതനി ലം അത്തഖിദു ഫുലാനൻ ഖലീല, അല്ലയോ ഞാൻ ഈ മനുഷ്യനെ എൻ്റെ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇവനല്ലേ എന്നെ മോശപ്പെട്ടതിലേക്ക് കൊണ്ടെത്തിച്ചത്. എനിക്ക് സ്നേഹം നൽകിയ ഉപ്പയും ഉമ്മയും ഉള്ള വീട്ടിൽ നിന്ന് മറ്റൊരു സ്നേഹത്തിന്റെ ലോകത്തേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ഇവനായിരുന്നല്ലോ. ഇവൻ എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആൽക്കഹോളിക് ആകുമായിരുന്നില്ല, ഞാൻ കള്ളു കുടിക്കുമായിരുന്നില്ല, ഞാൻ തെറ്റുകളിലേക്കൊന്നും ചെല്ലുമായിരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു പോകുന്ന രംഗത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അന്നേരം നമ്മൾ പറയുന്നതാണ് ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. എനിക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ലഭിച്ചതാണല്ലോ. എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ എന്നെ മദ്രസയിലേക്കാക്കി. വെള്ളിയാഴ്ച പള്ളികളിൽ നിന്ന് ഞാൻ സാരോപദേശങ്ങൾ കേട്ടു. എന്തൊക്കെയാണ് നന്മ, എന്തൊക്കെയാണ് തിന്മ, ഇതെല്ലാം ഞാൻ കേട്ടിട്ടും ഞാൻ ശൈത്താനിൻ്റെ കെണിവലയിൽ പെട്ടുപോയി, ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ ഇഷ്ടത്തിൽ പെട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിലപിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തിൽ കാണുന്നതെല്ലാം നന്മയുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ കൂട്ടുകെട്ടുകൾ ചിന്തിക്കുക. എൻ്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് പറയാനുള്ളത്, നിങ്ങൾ നന്മയുടെ പൂക്കളാണ്. നിങ്ങളൊരിക്കലും ക്രിമിനലുകളാവേണ്ടവരല്ല. നിങ്ങളിൽ നിന്നൊരിക്കലും അങ്ങനത്തെ ഒരു സ്വഭാവത്തെ ഒരാളും പ്രതീക്ഷിക്കുന്നില്ല. ഒരുപക്ഷെ ഇപ്പം നിങ്ങളുടെ മനസ്സ് വളരെ അധികം ശാന്തമാണെങ്കിൽ, ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ മനസ്സ് ചാഞ്ചാടി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും നിയന്ത്രിക്കാൻ പഠിക്കുക. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക. പാരത്രിക ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുക. നമ്മുടെ ഉപ്പയെക്കുറിച്ച്, ഉമ്മയെക്കുറിച്ച്, അവരുടെ മുഖങ്ങളെ എപ്പോഴും മനസ്സിൽ ആരാധിച്ചു വെക്കുക. ആരാധനയുടെ പുറത്ത് നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതെല്ലാം പറയുന്ന സമയത്ത് ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ആസ്വാദനത്തിന് തടസ്സം നിൽക്കുന്ന സകല നിയന്ത്രണങ്ങളും പൊട്ടിച്ചെറിയാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നവകാല സമൂഹത്തെ തിന്മയിലേക്ക് ഉന്തിത്തള്ളിവിടുന്ന നവലിബറൽവാദികളുടെ കുതന്ത്രങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലിബറലിസം കൊണ്ട് എന്താണ് നാടിന് കിട്ടിയത്? ഇതാണ് നമ്മുടെ നാടിന് കിട്ടിയത്. ബന്ധങ്ങൾ മറന്നുപോയി, മനുഷ്യനെ കൊല്ലാൻ അറപ്പില്ലാത്തവരായി ഒരു സമൂഹം വളർന്നു വന്നു. ഇതെല്ലാമാണ് ലിബറലിസം കൊണ്ട് നമ്മുടെ നാടിന് കിട്ടിയത്. അതുകൊണ്ട് യുക്തിചിന്തകൾ ഒഴിവാക്കി, നിരീശ്വരവാദങ്ങൾ ഒഴിവാക്കി, അള്ളാഹു ഉണ്ട്, നമ്മൾ തീർച്ചയായും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, നിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് നിരന്തരമായി മനസ്സിലാക്കിക്കൊണ്ട് നീ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവനാണ്. പാരത്രിക ജീവിതം വരാനുണ്ട്. സ്വർഗമുണ്ട്, നരകമുണ്ട്, ഖബറുണ്ട്. അവിടെ വലിയൊരു ലോകമുണ്ട്. അത് അഭിമുഖീകരിക്കാനുള്ളതാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കുക. അള്ളാഹു തആല നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. നമുക്കൊക്കെ സൽബുദ്ധി നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.